ടാക്കീസ് എൻ്റർടൈൻമെൻറ്റിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ട്രിപ്പ് പോവുക എന്നൊക്കെ പറയുന്നത് വളരെ ഒരു ആഗ്രഹമാണ്. അറിയപ്പെടാതെ കിടക്കുന്ന ഒരു ഭൂപ്രദേശമാണ് രാമക്കൽമേട്. ഇപ്പോൾ ഡെവലപ്പിംഗ് ടൂറിസ്റ്റ് സെൻ്ററാണിത്. സാഹസികതകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും പറ്റിയ ഒരു സ്ഥലമാണ്. മലനിലകൾ ഇതിനകത്ത് കയറി ഇറങ്ങുക എന്നൊക്കെ പറയുന്ന ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു ട്രിപ്പ് തന്നെയാണ്. സഫാരിയും അഡ്വഞ്ചറാണ്. ജീപ്പിലുള്ള ട്രക്കിങ്ങുകൾ, 4 വീൽ ഡ്രൈവ് വണ്ടികളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സ്റ്റിക്കർ പതിപ്പിച്ചിട്ടുള്ള വാഹനങ്ങളിൽ മാത്രം യാത്ര ചെയ്യുക. മറ്റ് പ്രൈവറ്റ് വാഹനങ്ങൾ, ഫേക്ക് ഏജൻസികളിലൊന്നും തന്നെ പെടാതിരിക്കുക. ഏറ്റവും സേഫ്റ്റി ആയിട്ടുള്ളതെന്ന് പറയാൻ DTPC കൗണ്ടറിൻ്റെ അവിടെ നിന്ന് തന്നെ നമ്മൾ പോവുക. അതിന് വേറെ ഏജൻസികൾ വേറെ ഒന്നുമില്ല. നമ്മൾ ചുമ്മാ പോയിട്ട് സിമ്പിളായിട്ട് കാണാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ടത്. അഡ്വഞ്ചറായിട്ട് തന്നെ ആ സാഹസികം എന്ന് പറഞ്ഞാൽ ഇതാണ്. എല്ലാം കൂടുതൽ ആൾക്ക് ഗൈഡൻസ് വരും. ഡ്രൈവർ കം ഗൈഡാണ് എല്ലാവരും ഉള്ളത്. അവരുടെ സഹായത്തോട് കൂടിയിട്ട് അവരുടെ നിർദ്ദേശങ്ങൾ പാലിച്ച് എല്ലാ സ്ഥലങ്ങളും കാണാനുള്ള സംവിധാനങ്ങളാണ് രാമക്കൽമേട്ടിലുള്ളത്. അതിസാഹസികതകളൊന്നും ആരും കാണിക്കാതിരിക്കുക. ഡേഞ്ചറായിട്ടുള്ള പ്ലേസുകളുണ്ട്. ആ ജീപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് 3 വ്യൂ പോയിന്റുകൾ കാണാൻ പറ്റും. അതിൽ ഒന്ന് ഒരു വാലി വ്യൂ ആണ് തമിഴ്നാടിൻ്റെ. രണ്ടാമത്തേത് അഡ്വഞ്ചർ കേവ് ആണ് ആമക്കല്ല് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഫ്ലൈറ്റ് വ്യൂ എന്ന് പറയുന്ന ഒരു ഗ്രീൻ വാലി വ്യൂ പോയിന്റ് കിട്ടും. തമിഴ്നാടിൻ്റെ ഏകദേശം 3-4 വലിയ സിറ്റികൾ കാണുന്ന കോമ്പ എന്ന് പറയുന്ന സിറ്റി, താഴെ അടിവാരത്തിലുള്ള രംഗനാഥസ്വാമി ക്ഷേത്രം തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം കാണാവുന്ന ഒരു ഫ്ലൈറ്റ് വ്യൂ ആണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് രാമക്കൽമേടിൻ്റെ ഫുൾ വ്യൂ കിട്ടും. ഇനിയിപ്പോൾ ജീപ്പ് സഫാരി നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നടന്ന് ഇങ്ങോട്ട് വരാം. ഒരു 750 മീറ്ററോളം 600-700 മീറ്ററോളം നടപ്പാതയുണ്ട്. നടപ്പാതയിലൂടെ സഞ്ചരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ രാമക്കൽമേടിൻ്റെ മുകളിലെത്താം. രാമക്കൽമേടിൻ്റെ മുകളിലെത്തിയാൽ കാണാൻ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ പാർട്ടാണ് രാമക്കൽമേട്. ആ പാർട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ തമിഴ്നാടിൻ്റെ ഫുൾ വ്യൂ, താഴത്തെ കൃഷി സ്ഥലങ്ങൾ എല്ലാം നമുക്ക് വിവരിക്കാൻ പറ്റാത്ത അത്രയും ഉള്ള വ്യൂ ആണ്. ആ വ്യൂ നമുക്ക് കാണാൻ സാധിക്കും. അതിനോടനുബന്ധിച്ചുള്ള ഒരു ഗുഹ പ്രദേശമാണ് ഇപ്പം ഞാൻ ഇരിക്കുന്ന സ്ഥലം. കാണാൻ ഇഷ്ടം പോലെ സംവിധാനങ്ങളുണ്ട്. ഒരു ദിവസം പോരാതെ വരും. സ്റ്റേ ചെയ്യാനാണെങ്കിലും ഇവിടെ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഹോം സ്റ്റേസ് തൊട്ട് 1 റിസോർട്ടുകൾ വരെ ഉണ്ട്. ലിയോണാർഡോ പറഞ്ഞ ഒന്നുകൂടെ ആ വാചകം ഓർമ്മിപ്പിക്കുകയാണ്. ഇഫ് ദർ ഈസ് എ പാരഡൈസ് ഓൺ എർത്ത് ഇറ്റ് ഈസ് ഹിയർ. വേറെ എങ്ങും അല്ല, അത് ഇവിടെ തന്നെയാണ്. എല്ലാവർക്കും വരിക, കാണുക, എൻജോയ് ചെയ്യുക. നമ്മുടെ ടാക്കീസ് എൻ്റർടൈൻമെൻറ്റിൻ്റെ വരും എപ്പിസോഡുകളിൽ ഈ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ കവർ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. എല്ലാവരും ഈ എപ്പിസോഡുകൾ കാണുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻജോയ്മെൻറ്റ് ഉറപ്പായിരിക്കും. കാണുക മാത്രമല്ല, എല്ലാവരും ഇവിടെ നേരിട്ട് വരികയും വേണം.